ഓക്കെ, തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 പഞ്ചവത്സര പദ്ധതികളാണ് പഠിച്ചത് അല്ലേ? അപ്പൊ 4ാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ട് ഇന്ന് 5ാം പഞ്ചവത്സര പദ്ധതിയാണ് നോക്കാനുള്ളത്. അപ്പൊ 4ാം പഞ്ചവത്സര പദ്ധതി ഏത് മുതൽ ഏത് വരെ ആയിരുന്നു? വർഷം 1969 മുതൽ 74 വരെ. ഓക്കെ, അതിന് മുന്നേ ഒരു പ്ലാൻ ഹോളിഡേ ഉണ്ടായിരുന്നു. നമ്മുടെ എന്താണ് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായിരുന്ന യുദ്ധങ്ങളും ഡിവാലുവേഷൻ ഓഫ് മണിയൊക്കെ കാരണം നമുക്ക് കുറച്ച് പ്രതിസന്ധി ഉണ്ടായ സമയത്ത് നമ്മളൊരു എന്താണ് പ്ലാൻ ഹോളിഡേ എടുത്തതിന് ശേഷമാണ് 4ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത്. അപ്പൊ ഇന്ന് പഠിക്കാനുള്ളത് 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ 74 കഴിഞ്ഞ അടുത്ത് 79 വരെ വരണം. പക്ഷേ എന്താണ് 78 പദ്ധതി എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പദ്ധതിയുടെ പ്ലാൻ ആക്ച്വലി 5 വർഷമാണ്. അപ്പൊ 74 മുതൽ 79 വരെ വരണം. 78 ആയപ്പോഴത്തേക്കും പദ്ധതി എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മൾ വർഷം പഠിക്കുമ്പോൾ 74 to 78 എന്ന് പഠിച്ചാൽ മതി. 74 മുതൽ 78 വരെ. എടാ, ഈ 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡൽ എന്നാണ് അറിയപ്പെട്ടത്? ഹരോൾഡ് ഡോമർ മോഡൽ. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ. അതുപോലെ ഈ 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അറിയാവോ? DP ധർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? DP ധർ മോഡൽ. അപ്പൊ 1974 മുതൽ 78 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ DP ധർ മോഡൽ എന്നറിയപ്പെടുന്നു. എല്ലാ പഞ്ചവത്സര പദ്ധതികൾക്കും ഓരോ ലക്ഷ്യമുണ്ട് അല്ലേ? അതുപോലെ ഈ 5ാം പഞ്ചവത്സര പദ്ധതി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ് ഇന്ദിരാഗാന്ധി ഗരീബി ഘടാവോ ഒക്കെ നടപ്പിലാക്കിയതാണ് അല്ലേ? അപ്പൊ ഏതായിരിക്കും അതിന്റെ മെയിൻ ഉദ്ദേശം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. ഇതിന്റെ ആപ്തവാക്യമായിട്ട് പറയുന്നതും അതിനെ തന്നെയാണ്, ഗരീബി ഘടാവോ. ഗരീബി ഘടാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഗരീബി ഘടാവോ എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 74 മുതൽ 78 വരെയാണ്. DP ധർ മോഡൽ എന്നറിയപ്പെടുന്നു. ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പിന്നെ പറഞ്ഞു ഇതിന്റെ ആപ്തവാക്യം ഗരീബി ഘടാവോ. ഈ ഗരീബി ഘടാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതായത് മോട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യമായിട്ട് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ. നമ്മൾ ആദ്യത്തെ എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. ആര്യഭട്ട എന്നാണ് വിക്ഷേപിച്ചത്? 75 ഏപ്രിൽ 19 കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലാദ്യം നമ്മൾ പറയുന്നത് എന്താണ്? 1975 എന്ന് ഏപ്രിൽ 19 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ഏത്? ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഓക്കെ അല്ലേ? എടാ, ഇതിനു മുന്നേ തന്നെ ഈ 74 ഈ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തതെങ്കിലും 74 നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുന്നത്. പക്ഷെ അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? അത് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. കാരണം ഇത് തുടങ്ങുന്നതും എൻ്റെ ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു മാസങ്ങളുടെ വ്യത്യാസത്തിൽ അത് ഏത് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ ഡൗട്ട് വരണ്ട, അതങ്ങ് 4ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് പഠിച്ചാൽ മതി. ഇനി ഈ ആര്യഭട്ടയാണെങ്കിൽ അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 1975 ഏപ്രിൽ 19 അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ ആര്യഭട്ട വിക്ഷേപിച്ച വർഷമൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1975 ഏപ്രിൽ 19 മറക്കരുത്. അതുപോലെ തന്നെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താണ്? കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താണ്? കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് നടപ്പിലാക്കിയതും 74-75 കാലഘട്ടത്തിലാണ് കേട്ടോ. ഏതാണ്? കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയതും ഈ 74-75 കാലയളവിലാണ്. ഓക്കെ അല്ലേ? ഇനി ICDS കേട്ടിട്ടുണ്ടല്ലോ. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ICDS കേട്ടിട്ടില്ലേ? ഈ ICDS നടപ്പിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ 1975 ഗാന്ധി ജയന്തി എന്നാണ്, ഒക്ടോബർ 2. അപ്പൊ ICDS നടപ്പിലാക്കിയത് എന്താണ്? 1975 ഒക്ടോബർ 2. എടാ, ഈ ഡേറ്റ്, ഈ ഒരു വർഷം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ICDS 75 അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൂട്ടി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോഗ്രാംസ് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. പിന്നെ 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചു. പിന്നെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 74-75 അതുപോലെ തന്നെ ICDS 1975 ഒക്ടോബർ 2. 1975 ഒക്ടോബർ 2. അതുപോലെ മിനിമം നീഡ് പ്രോഗ്രാം നടപ്പിലാക്കിയതും ഈ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. എന്താണ്? മിനിമം നീഡ് പ്രോഗ്രാം. എന്താണ്? മിനിമം നീഡ് പ്രോഗ്രാം.
അതുപോലെ നമ്മുടെ 20 പരിപാടി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ 20 പരിപാടി. അപ്പോൾ ഈ 20 പരിപാടി നടപ്പിലാക്കിയത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് ഈ 1975 സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അല്ലേ ഈ നമ്മുടെ ഇന്ദിരാഗാന്ധി. അപ്പോൾ 20 പരിപാടി എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ഒരു പരിപാടിയായിരുന്നു. ഏത്? 20 പരിപാടി. അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഏതാണ്? ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഈ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന് വർഷമുണ്ട് 1977 ആണ് കേട്ടോ. എന്നാണ്? 1977 77 ഏത്? ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. അതും ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പദ്ധതികൾ മാത്രം ഒന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ 1975 ഏതാണ്? ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ഏത്? ആര്യഭട്ട വിക്ഷേപിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ICDS ആയെന്ന് 75 ഒക്ടോബർ 2. പിന്നെ മിനിമം നീഡ് പ്രോഗ്രാം 74 75. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 74 75. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി 20 പരിപാടി നടപ്പിലാക്കി. അതുപോലെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം അതെന്താണ്? 77. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് കേട്ടോ. അതുപോലെ തന്നെ 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണല്ലേ ഇത്? ഈ നമ്മൾ 75 നമ്മൾ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ എന്താണ്? ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയും കൂടിയായിരുന്നു അത്. 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. എന്നാണ് പ്രഖ്യാപിച്ചത്? 75 ജൂൺ 25. പഠിക്കാൻ എളുപ്പമാണ്. 75 ജൂൺ 25. 75 ജൂൺ 25 എന്ത് സംഭവിച്ചു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ആര്? നമ്മുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയും 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതുപോലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടിനെ ഭേദഗതി ചെയ്തതും ഈ എന്താണ്? പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഏതാണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടിനെ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടിനെ ഭേദഗതി ചെയ്തു. അതുപോലെ നാഷണൽ ഹൈവേ സിസ്റ്റം തുടങ്ങിയത് അല്ലെങ്കിൽ ആരംഭിച്ചതും ഈ ഒരു 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് ഭേദഗതി ചെയ്തു. നാഷണൽ ഹൈവേ സിസ്റ്റം എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഇനി അടിയന്തരാവസ്ഥ 75 ജൂൺ 25 പ്രഖ്യാപിച്ചു. പെട്ടെന്ന് അതിനെ പിൻവലിച്ചോ? ഇല്ല. 2 വർഷം കഴിഞ്ഞിട്ട് 77 ഈ എന്താണ് 3ാമത്തെ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ത് ചെയ്തത്? പിൻവലിക്കുന്നത്. ഓക്കെ അല്ലേ? എടാ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ സമയം 2 വർഷം ഏകദേശം 75 തുടങ്ങി 75 കൂടി കൂട്ടിയാൽ 3 വർഷത്തോളം അടിയന്തരാവസ്ഥയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തുള്ള നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ ഒക്കെ ഏകദേശം മോശമായിരിക്കും. അത് നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. കാരണം ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമാണല്ലോ അടിയന്തരാവസ്ഥ. അപ്പൊ ഇന്ത്യയിൽ അതുപോലെ ഈ സമയത്ത് വേറെ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വരികയാണ്. അതുവരെ ആരാണ് ഇവിടെ ഭരണം? മൊത്തം കോൺഗ്രസ് ആരാണ് ഇന്ത്യയിൽ. പക്ഷെ ആ സമയത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അത് 77 ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന സമയത്താണ് ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. ഏത് ഗവൺമെന്റ് ആണ്? ജനതാ ഗവൺമെന്റ്. ആരായിരുന്നു പ്രധാനമന്ത്രി? പറഞ്ഞോ? മൊറാർജി ദേശായി. ആരാണ്? മൊറാർജി ദേശായി. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ, ഈ 5ാമത്തെ അടിയന്തരാവസ്ഥ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി കാര്യങ്ങൾ നടന്ന ഒരു അടിയന്തരാവസ്ഥയാണ്. അപ്പൊ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര, നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ കോൺഗ്രസിന്റെ ആളാണ്, അതൊക്കെ അറിയാലോ അല്ലേ? അപ്പൊ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ഈ 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് 1977 അത് വരുന്നത് ജനതാ ഗവൺമെന്റ് ആണ്. അതിൽ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മൊറാർജി ദേശായി ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ 78 ഇതിനെ സ്റ്റോപ്പ് ചെയ്തെന്ന്. അപ്പൊ എന്തായിരിക്കും? 78 അടിയന്തരാവസ്ഥ അല്ല, പദ്ധതി. ഈ 5ാം പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ചെയ്ത് 78 അപ്പൊ നമ്മുടെ ഈ മൊറാർജി ദേശായി അധികാരത്തിൽ വന്നിട്ട് പറഞ്ഞു എന്തായാലും പ്രശ്നങ്ങളൊക്കെ നടക്കുകയില്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചവത്സര പദ്ധതി തൽക്കാലം നിർത്തിയിട്ട് അതിന് പകരം ഒരു റോളിംഗ് പ്ലാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? 79 തീരേണ്ട ഈ 5ാം പഞ്ചവത്സര പദ്ധതി എവിടെ വെച്ച് നിർത്തി? 78 നിർത്തിയിട്ട് 78 മുതൽ 79 വരെ എന്ത് നടപ്പിലാക്കി? ഒരു റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ഓക്കെ അല്ലേ? അപ്പൊ ആക്ച്വലി 5ാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്തുണ്ടായ അടിയന്തരാവസ്ഥയ്ക്ക് കാരണം പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. പുതിയ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം പഞ്ചവത്സര പദ്ധതി തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 2 വർഷ കാലയളവിൽ 78 മുതൽ 80 വരെ ഒരു റോളിംഗ് പ്ലാൻ നടപ്പിലാക്കാം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? 78 മുതൽ 80 വരെ 2 വർഷം, 78 to 80. അടുത്ത പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് 80-85 ആണ്.
ഓക്കെ അല്ലേ? 78 മുതൽ 80 വരെ. എടാ ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ കുറിച്ച് പ്രതിപാദിച്ച ഒരു പുസ്തകമുണ്ട്. ഏതാണെന്ന് അറിയാവോ? ഏഷ്യൻ ഡ്രാമയാണ്. ഏതാണ്? ഏഷ്യൻ ഡ്രാമ. അതാരാണ് എഴുതിയെന്നറിയാവോ? ഗുണ്ണാർ മിർഡാൽ. ആരാണ്? ഗുണ്ണാർ ഗംഗേരക ഗുണ്ണാർ മിർഡാൽ എഴുതിയ പുസ്തകമാണ് ഏത്? ഏഷ്യൻ ഡ്രാമ. അതിനകത്താണ് ഈ റോളിംഗ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ റോളിംഗ് പ്ലാൻ എന്താണ്? ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് അറിയാമോ? സ്വീഡനാണ്. റോളിംഗ് പ്ലാൻ എന്നുള്ളൊരു ആശയം ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. ഓക്കെ അല്ലേ? എടാ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, അപ്പൊ ഗ്രോത്ത് റേറ്റ് എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ അവിടെ നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കണം. 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി 5-ന്. അപ്പൊ ഒരു വർഷം മുന്നേ എന്താണ് തീർത്തെങ്കിൽ പോലും നമുക്ക് അവിടെ എന്താണ് വളർച്ചാ നിരക്ക് എന്താണ് കുറച്ചൊരു ശതമാനമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അവിടെ ഗെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. 4.4 നമ്മൾ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത്, എന്നാൽ നമുക്ക് കിട്ടിയത് 4.8 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് പ്ലാൻ ഹോളിഡേ കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഹോളിഡേ കഴിഞ്ഞ് 4ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് അടുത്ത 5. 74 മുതൽ 79 വരെയാണ്. പക്ഷെ 78 എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തലാക്കിയിട്ടുണ്ട്. എങ്ങനെ അറിയപ്പെടുന്നു? DP എന്നറിയപ്പെടുന്നു. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതുകൊണ്ട് തന്നെ മോട്ടോ എന്തായിരുന്നു? ഗരീബി ഹട്ടാവോ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ 75 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നുണ്ട്. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 74-75. ICDS 75 ഒക്ടോബർ 2 മിനിമം നീഡ് പ്രോഗ്രാം. പിന്നെ 20 പദ്ധതി ആര്? നമ്മുടെ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കുന്നുണ്ട്. എന്തിന്? അടിയന്തരാവസ്ഥ കാലത്താണ് നടപ്പിലാക്കുന്നത് കേട്ടോ. പിന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977. പിന്നെ നമ്മൾ പറഞ്ഞ എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? 75 ജൂൺ 25 എന്ന് പിൻവലിക്കും. 77 പിൻവലിക്കും. പിന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടിനെ ഭേദഗതി ചെയ്യുന്നുണ്ട്. നാഷണൽ ഹൈവേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വരുന്നുണ്ട്. ഏതാണ്? ജനതാ ഗവൺമെന്റ് ആണ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. അങ്ങനെ നമ്മുടെ മൊറാർജി ദേശായി വന്നിട്ട് നമ്മുടെ പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു ആശയം അവതരിപ്പിക്കുന്നു, റോളിംഗ് പ്ലാൻ. ഈ റോളിംഗ് പ്ലാൻ 2 വർഷക്കാലയളവ് നടപ്പിലാക്കി 78 മുതൽ 80 വരെ. ഈ റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ ആശയം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരു എന്താണ് ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്ക്. അത് എഴുതാരാണ്? ഗുണ്ണാർ മിർഡാൽ എന്ന് പറയുന്ന വ്യക്തി. ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകം അദ്ദേഹം എഴുതി. അതിൽ നിന്നാണ് ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ലോകത്ത് തന്നെ ആദ്യമായിട്ട് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. ഇനി ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 4.4 നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചു. പക്ഷെ 4.8% ഗ്രോത്ത് റേറ്റ് നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2 വർഷത്തെ റോളിംഗ് പ്ലാൻ കഴിഞ്ഞിട്ട് അടുത്ത എന്ന് മുതൽ എന്ന് വരെയാണ്? 80 മുതൽ 85 വരെ. 80 മുതൽ 85 വരെയാണ് ഏത് പഞ്ചവത്സര പദ്ധതി? 6ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മ പരിഹരിക്കലുമാണ് ലക്ഷ്യം. എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മ പരിഹരിക്കലും. പരിഹരിക്കലും. എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മ പരിഹരിക്കലും. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന തൊഴിൽ ദാന പദ്ധതികളായിട്ടൊരു 3 പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന തൊഴിൽ ദാന പദ്ധതികളാണ്. തൊഴിൽ കൊടുത്താൽ ദാരിദ്ര്യം മാറൂലേ? അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജന തൊഴിൽ ദാന പദ്ധതികളാണ്. ഒന്ന് NREP റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. NREP ഏത് വർഷമാണെന്ന് അറിയാവോ? 80-ലാണ്. 80 NREP ഏത് വർഷമാണ്? 80. IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അത് ഏത് വർഷം തന്നെയാണ്? 80. അപ്പൊ 2 പറഞ്ഞു. ഏതൊക്കെയാണ്? NREPയും IRDPയും. ഇനി ഒന്നും കൂടി ഉണ്ട്, RLEGP. ഏതാണ്? RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്ത് കൊടുക്കുന്നത്? ജോലി കൊടുക്കുന്നത്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അത് 83-ലാണ്. 83. എടാ നമ്മള് 6ാം പഞ്ചവത്സര പദ്ധതിയാണ് പഠിക്കുന്നത്. അതിന്റെ ലക്ഷ്യത്തിൽ നമ്മൾ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മ പരിഹരിക്കണം. അപ്പൊ ഇത് രണ്ടിനും വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു 3 പദ്ധതികളാണ്. ഒന്നെന്ന് പറയുന്നത് NREP 1980, IRDP 1980, RLEGP 1983. ഓക്കെ അല്ലേ? കിട്ടിയോ?
ഇനി സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതിയായിരുന്നു ഏത്? 6ാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം, നമ്മളിപ്പോ 80-85 കാലയളവാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ 91 എത്തി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ നമ്മൾ കടക്കുകയാണ്. അപ്പോ എന്താണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 6ാം പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. അതുപോലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. അതുപോലെ നെഹ്റുവിൻ സോഷ്യലിസത്തിന് എന്ത് ചെയ്തു? അന്ത്യം കുറിച്ചു. നെഹ്റുവിൻ സോഷ്യലിസത്തിന് എന്ത് ചെയ്തു? അന്ത്യം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന് എന്ത് ചെയ്തു? അന്ത്യം കുറിച്ചു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന് അന്ത്യം കുറിച്ചു. അതുപോലെ എന്താണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 6ാം പഞ്ചവത്സര പദ്ധതി. എടാ, 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എന്നായിരുന്നു? 69 ജൂലൈ 19 അല്ലേ? ഏത് വർഷമായിരുന്നു? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണത്? 69-74 ഏതായിരുന്നു? 4. ഇനി രണ്ടാം ഘട്ട കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? അടുത്ത രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നുണ്ട്. പറഞ്ഞോ. 80 എന്നാണ്? 80 ഏപ്രിൽ 15. 80 ഏപ്രിൽ 15. എടാ, 1ാം ഘട്ടത്തിൽ എത്ര ബാങ്ക് ദേശസാൽക്കരിച്ചു? 14 ബാങ്ക്. രണ്ടാം ഘട്ടത്തിലോ 6 ബാങ്ക്. രണ്ടാം ഘട്ടത്തില് 6 ബാങ്ക് കേട്ടോ. അപ്പൊ 1ാം ഘട്ടത്തിലാണെങ്കിൽ 14 ബാങ്കും, രണ്ടാം ഘട്ടത്തിൽ എത്ര ബാങ്കാണ്? 6 ബാങ്കും ദേശസാൽക്കരിച്ചു. അതിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 6 ബാങ്കാണ്. അതുപോലെ തന്നെയാണ് മറ്റതും. 14 ബാങ്ക് 4ാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. അപ്പോ എന്താണ് 1980 ഏപ്രിൽ 15 എന്ത് ചെയ്തു? രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബാങ്ക് ദേശസാൽക്കരണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നബാർഡ്. പറ, എന്താണ് ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് വന്നത്. പഠിക്കാൻ എളുപ്പമാണ്. 82 ജൂലൈ 12. 82 ജൂലൈ 12. 82 ജൂലൈ 12 വിത്ത് ഡേറ്റ് തന്നെ ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ. അപ്പൊ 1982 ജൂലൈ 12 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഏത് വരുന്നു? നബാർഡ് വരുന്നു. എന്താണ് നബാർഡിന്റെ ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഈ നബാർഡ് വന്നത് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. ഓക്കെ അല്ലേടാ? കിട്ടിയാ? ഇനി 5.2% നമ്മൾ എന്ത് ചെയ്തു? പ്രതീക്ഷിച്ചു. 5.7% നേടി. എത്രയാണ്? 5.2% പ്രതീക്ഷിച്ചു. 5.7% നേടി. ഓക്കെ അല്ലേ? ഒന്നും കൂടി പറയാവോ? അപ്പൊ നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതിയിലെത്തി. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1980 മുതൽ 85 വരെ. 80 മുതൽ 85 വരെയാണ്. എന്താണ് ഇതിന്റെ മെയിൻ എയിം എന്ന് ചോദിച്ചാൽ? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മ പരിഹരിക്കലും. അങ്ങനെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 പദ്ധതികൾ നടപ്പിലാക്കി. ഏതൊക്കെയാണ്? NREPയുടെ ഫുൾ ഫോം പറ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. വർഷം 1980. അടുത്ത രണ്ടാമത്തത് IRDP ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. വർഷം 1980. അടുത്തത് ഏതാണ്? RLEGP. എന്താണ് RLEGP? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഏത് വർഷം? 1983. ഇത് 3 നടപ്പിലാക്കിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജന തൊഴിൽ പദ്ധതികളാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഒരെണ്ണത്തിന് തുടക്കം കുറിച്ചു, ഒരെണ്ണത്തിന് അന്ത്യം കുറിച്ചു. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന് അന്ത്യം കുറിച്ചു. ഇനി മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ് പഠിച്ചു. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1980 ഏപ്രിൽ 15. എത്ര ബാങ്ക്? 6 ബാങ്ക്. അതാരാണ് ദേശസാൽക്കരിച്ചത്? 2 ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അടുത്ത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം കൂടി പറഞ്ഞു. ഏതാണ്? നബാർഡ്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഏത് വർഷം? 82 ജൂലൈ 12 എന്നാണ്. 82 ജൂലൈ 12. എടാ, ഈ നബാർഡ് രൂപീകരിക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷൻ. ഏതാണ്? ശിവരാമൻ കമ്മീഷൻ. എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഗ്രോത്ത്? 5.2 എക്സ്പെക്ട് ചെയ്തു. എത്ര ഗെയിൻ ചെയ്തു? 5.7 നമ്മൾ നേടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 6 പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. എടാ, ഇതിന്റെ ഇടയ്ക്ക് എല്ലാ പഞ്ചവത്സര പദ്ധതി 5 വർഷമാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 3 പ്രാവശ്യമാണ് ബ്രേക്ക് ആയിട്ടുള്ള. ആ 3 എണ്ണം മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് ഓർഡറിൽ പഠിക്കാൻ പറ്റും. ആദ്യത്തെ പ്ലാൻ ഹോളിഡേ 67 മുതൽ 66 മുതൽ 69 വരെ. രണ്ടാമത്തെ റോളിംഗ് പ്ലാൻ
78, 80, അതുപോലെ ഇനി ഒരെണ്ണം കൂടി വരും. ഇത് 3 എണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഡറിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഏത് പഞ്ചവത്സര പദ്യമാണ്? ഏഴാം പഞ്ചവത്സര പദ്യമാണ്. അപ്പൊ 6ന്റെ വർഷം ഏത് മുതൽ ഏത് വരെ ആയിരുന്നു? 80 മുതൽ 85 വരെ. അടുത്ത് അപ്പൊ 7 ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? 5 മുതൽ 90 വരെ. 1985 മുതൽ 90 വരെയാണ് ഏത് പഞ്ചവത്സര പദ്ധതി? 7ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? എടാ, ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ മാറുന്നുണ്ട്. ആരായിരിക്കും പ്രധാനമന്ത്രി? 84 ആര് മരിക്കും? ഇന്ദിരാഗാന്ധി മരിക്കൂലേ? അപ്പൊ 85 ആര് വരുന്നുണ്ട്? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെയാണ്. ആരാണ് പ്രധാനമന്ത്രി? ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എടാ, രാജീവ് ഗാന്ധിയാണ്. അപ്പൊ നമുക്ക് ഒരു യൂത്ത് എന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. IT രംഗത്തും വാർത്താവിനിമയ രംഗത്തും പുരോഗതി കൈവരിക്കുക. ഓക്കെ അല്ലേ? IT രംഗത്തും വാർത്താവിനിമയ രംഗത്തും പുരോഗതി കൈവരിക്കുക. അങ്ങനെ ഓർത്താൽ മതി. ഒരു എങ്ങോട്ടുള്ള ഒരാൾ വരികയാണ്. ഇപ്പോഴത്തെ ആൾക്കാരല്ലേ നമ്മുടെ ഈ IT ഗതാഗത ഈ ഒരു മേഖലകളിലൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. IT രംഗത്തും വാർത്താവിനിമയ രംഗത്തും കൂടുതൽ പുരോഗതി കൈവരിക്കുക. എന്താണ്? IT രംഗത്തും വാർത്താവിനിമയ രംഗത്തും കൂടുതൽ പുരോഗതി കൈവരിക്കുക. ഓക്കെ അല്ലേ? ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് സാമ്പത്തിക വളർച്ചയിൽ. എന്താണ്? സാമ്പത്തിക വളർച്ചയിലെ മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പദ്ധതിയായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ 7ാം പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക വളർച്ചയിൽ എന്തിന്റെ? മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. സാമ്പത്തിക വളർച്ചയിലെ മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഓക്കെ അല്ലേ? മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അത് ആ ഒരു പദ്ധതി അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇനി ആ പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, അതുപോലെ സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഒരു 3 കാര്യങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. സാമ്പത്തിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. എന്തൊക്കെയാണ്? സാമ്പത്തിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ അല്ലേ? ഇനി മെയിൻ ആയിട്ട് ഒരു സംഭവമുണ്ട് വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട 1986 എന്താണ്? പുത്തൻ വിദ്യാഭ്യാസ നയം. എന്താണ്? പുത്തൻ വിദ്യാഭ്യാസ നയം. പുത്തൻ വിദ്യാഭ്യാസ നയം എന്നാണ് 1986 ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി വരുന്നത്. എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാണ് അത് 87 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ്? 87 എന്താണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? പ്രൈമറി രംഗത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്താണ്? മെച്ചപ്പെടുത്തുക. അതാണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതാണ്? പ്രൈമറി രംഗത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. പ്രൈമറി രംഗത്തെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടെന്ത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഏത് വർഷം? 1987. ഇനി ദേശീയ സാക്ഷരതാ മിഷൻ കേട്ടിട്ടുണ്ടോ? ദേശീയ ലിറ്ററസി മിഷൻ എന്നാണ് വന്നത്? 1988 ആണ്. മെയ് 5 ആണ് കേട്ടോ. 1988 മെയ് 5. 1988 മെയ് 5 ലിറ്ററസി മിഷൻ, നാഷണൽ ലിറ്ററസി മിഷൻ, ദേശീയ സാക്ഷരതാ പദ്ധതി വന്നത് എന്നാണ്. അതായത് ദേശീയ സാക്ഷരതാ മിഷൻ വന്നത് എന്നാണ്? 1988 മെയ് 5 എന്നാണ്. 1988 മെയ് 5. ഇന്ദിര ആവാസ് യോജന കേട്ടിട്ടുണ്ടോ? ഇന്ദിര ആവാസ് യോജന അതെന്നാണെന്ന് ചോദിച്ചാൽ 85 ഇന്ദിര ആവാസ് യോജന എന്നാണ്? 85 തുടക്കത്തില് 1985 ഇന്ദിര ആവാസ് യോജന. അതുപോലെ തന്നെ ജവഹർ റോസ്ഗാർ യോജന കേട്ടിട്ടുണ്ടോ? അതെന്നാണെന്ന് ചോദിച്ചാൽ 89 ഏപ്രിൽ 1. ജവഹർ റോസ്ഗാർ യോജന എന്നാണ്? 89 ഏപ്രിൽ 1. 89 ഏപ്രിൽ 1 ഏത്? ജവഹർ റോസ്ഗാർ യോജന. 89 ഏപ്രിൽ 1. 89 ഏപ്രിൽ 1 എന്നാണ് ലിറ്ററസിയുടെ സാക്ഷരതാ ദിനം? മെയ് 5. ഇന്റർനാഷണൽ സാക്ഷരതാ ദിനം അല്ല, സെപ്റ്റംബർ 8. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ എന്നാണ്? സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8 ഇന്റർനാഷണൽ ആണ്. നാഷണൽ ആണെങ്കിൽ മെയ് 5. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. ലക്ഷ്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ലക്ഷ്യം എത്രയെന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചത് 5, പക്ഷെ കിടലുമായിരുന്നു 6.01 കിട്ടി.
5% പ്രതീക്ഷിച്ചു. 6.01% എന്ത് ചെയ്യാൻ പറ്റി? നേടാൻ പറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. 1985 മുതൽ 90 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. പ്രധാനമന്ത്രിയൊക്കെ മാറുന്നുണ്ട്. രാജീവ് ഗാന്ധിയാണ് ഈ സമയത്തെ പ്രധാനമന്ത്രി. IT രംഗത്തും വാർത്താവിനിമയ രംഗത്തും എന്താണ് ഒരു പുരോഗതി കൈവരിച്ച ഒരു പദ്ധതിയായിരുന്നു അതേത് 7ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പദ്ധതിയായിരുന്നു. ഇനി ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് എന്താണ്? സാമ്പത്തിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക. അതുപോലെ സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ അല്ലേ? ഇനി 85 മെയിലാണ് ഇന്ദിര ആവാസ് യോജന. 85 മെയിലാണ് ഇന്ദിര ആവാസ് യോജന. 86 പുത്തൻ വിദ്യാഭ്യാസ നയം. 87 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതായത് പ്രൈമറി രംഗത്തെ പ്രാഥമിക സൗകര്യങ്ങൾ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അതുപോലെ 88 മെയ് 5 നാഷണൽ ലിറ്ററസി മിഷൻ അല്ലെങ്കിൽ സാക്ഷരതാ മിഷൻ രൂപീകൃതമായി. 89 ഏപ്രിൽ 1 ജവഹർ റോസ്ഗാർ യോജന. എത്ര ശതമാനം പ്രതീക്ഷിച്ചു? 5% പ്രതീക്ഷിച്ചു. 6.01% നേടാൻ പറ്റി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞില്ലേ 3 പ്രാവശ്യം പഞ്ചവത്സര പദ്ധതി ബ്രേക്ക് എടുത്തിട്ടുണ്ടെന്ന്. എടാ, ഈ ഒരു 7ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുകയാണ്? 85-90 ഈ 90 മുതൽ 92 വരെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണം ഇന്ത്യ സാമ്പത്തികമായിട്ട് മൊത്തം തകർന്നു നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് എന്ത് സംഭവിച്ചു? പഞ്ചവത്സര പദ്ധതിയിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തു. ആദ്യത്തെ ഒരു പ്ലാൻ ഹോളിഡേ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ രണ്ടാമതൊരു എന്ത് സംഭവിച്ചു? പ്ലാൻ ഹോളിഡേ കൊണ്ടുവന്നു. 80 മുതൽ 82 വരെ, 90 മുതൽ 92 വരെ. ഈ സമയത്താണ് ഇന്ത്യയിൽ എന്ന് നടപ്പിലാക്കിയത്? പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, PV നരസിംഹറാവു. ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 92 മറ്റേത് പ്ലാൻ ഹോളിഡേ അല്ലേ? അപ്പൊ ഇത് എന്ന് മുതൽ എന്ന് വരാം? 92 മുതൽ 97 വരെ. 92 മുതൽ 97 വരെ. 92 മുതൽ 97 വരെ. എടാ, നമ്മൾ പറഞ്ഞല്ലോ മൻമോഹൻ സിംഗും അതുപോലെ PV നരസിംഹറാവു ആ സമയത്ത് ഭയങ്കര അറിയപ്പെട്ട വ്യക്തികളായിട്ട് മാറി പുത്തൻ സാമ്പത്തിക നയമൊക്കെ നടപ്പിലാക്കിയതുകൊണ്ട്. അതുകൊണ്ട് ഈ 8ാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെട്ടു. എന്താണ്? റാവു മൻമോഹൻ മോഡൽ എന്നാണ് 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടത്. എന്താണ് ലക്ഷ്യം? വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണവും മാനുഷിക വികസനവും. അതിന് നീ പറഞ്ഞല്ല മാനവ വികസനം ഒന്ന്. അപ്പൊ മാനവ വികസനവും അതുപോലെ വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. എന്തായിരുന്നു? വികസനവും വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണവും. നമ്മൾ പറഞ്ഞില്ലേ പുത്തൻ സാമ്പത്തിക നയം 91 നടപ്പിലാക്കിയെന്ന്. അപ്പൊ അത് കൊണ്ടുവന്നത് അന്നാണ്. നടപ്പിലാക്കി തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പൊ പുത്തൻ സാമ്പത്തിക നയത്തിൽ നമുക്ക് വേൾഡ് ബാങ്കോ IMF ഒക്കെ കുറെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു $700 കോടി ലോൺ തന്നു. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് നടപ്പിലാക്കണ്ടേ? അത് പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കി. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് അത് എന്ത് ചെയ്ത് നടപ്പിലാക്കി തുടങ്ങിയത്. ഇനി പഞ്ചായത്ത് രാജ് ഭേദഗതി നിയമമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. 73, 74 പഞ്ചായത്ത് രാജ് ഭേദഗതി നിയമം 1992 ഇതൊക്കെ എന്നാണെന്ന് ചോദിച്ചാൽ, ഈ പഞ്ചായത്ത് രാജ് ഭേദഗതി നിയമത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1993 ഏപ്രിൽ 24 എന്നാണ് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. 1993 ഏപ്രിൽ 24. അതുപോലെ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO എന്നാണ്? 95 ജനുവരി 1. ഇന്ത്യ അത് WTO തുടങ്ങിയത് വന്നു തന്നെയാണ്. ഇന്ത്യ അതിൽ എന്താണ് തുടങ്ങിയപ്പോഴും ഉള്ള രാജ്യമാണ് ഇന്ത്യ. എന്തിന് പകരമാണ് വന്നെന്നറിയാമോ? ഗാട്ട് കേട്ടോ, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, GATT. ഗാട്ടിന് പകരമാണ് എന്ത് വരുന്നത്? WTO വരുന്നത്. അപ്പൊ അത് 1995 ജനുവരി 1 ഇന്ത്യ അതൊരു സ്ഥാപക അംഗമാണ് കേട്ടോ. ഓക്കെ അല്ലേ? കിട്ടിയോ? കിട്ടി. ഇനി 1992 പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഏതാണ്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. എടാ, 5.6 പ്രതീക്ഷിച്ചു. 5.6 പ്രതീക്ഷിച്ചു. 6.8 കിട്ടി. 6.8 കിട്ടി. 5.6 പ്രതീക്ഷിച്ചു, 6.8 കിട്ടി. അപ്പൊ നമ്മളിപ്പോ ഏതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്.
എന്ന് മുതൽ എന്ന് വരെയാണ്? 92 മുതൽ 97 വരെയാണ്. എന്തെന്നറിയപ്പെട്ടു? റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെട്ടു. ലക്ഷ്യം മാനവിക വികസനവും വ്യാവസായിക മേഖലയുടെ ആധുനിക വൽക്കരണവും. എന്ത് നടപ്പിലാക്കി? പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കി. പഞ്ചായത്ത് രാജ് ഭേദഗതിയുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നു എന്ന് 93 ഏപ്രിൽ 24. ഇന്ത്യ എന്തിൽ അംഗമായി? WTO അംഗമായി. ഇല്ലെങ്കിലും WTO സ്ഥാപിതമായത് അന്ന് തന്നെയാണ് 95 ജനുവരി 1. എന്തിന് പകരം വന്നു? ഗാട്ട്. ഈ ഗാട്ട് എന്നാണ് വന്നതെന്നറിയാമോ? 48 കേട്ടോ. 1948 48. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ 92 തന്നെ എന്ത് ആരംഭിച്ചു? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചു. എത്ര പ്രതീക്ഷിച്ചു? 5.6 പ്രതീക്ഷിച്ചു, 6.8 കിട്ടി. 5.6 പ്രതീക്ഷിച്ചു, 6.8 കിട്ടി. ഓക്കെ അല്ലേടാ? 8 പഞ്ചവത്സര പദ്ധതി ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു 4 പഞ്ചവത്സര പദ്ധതി ഉണ്ട്. നമ്മളെല്ലാം കൂടി ഒന്നിൽ പഠിച്ചാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുക? ഈ 4 പഞ്ചവത്സര പദ്ധതി നന്നായിട്ട് കേൾക്കുക. എന്നിട്ട് ആദ്യത്തെ പാർട്ടും കൂടി ഒന്നും കൂടി കേട്ട് നോക്കണം. അപ്പോൾ ഇതുവരെയുള്ളതെല്ലാം സെറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും? അടുത്തൊരു പാർട്ടായിട്ട് അടുത്ത 4 പഞ്ചവത്സര പദ്ധതി അപ്ലോഡ് ചെയ്യും. ഓക്കെ, ബൈ.